ഹലോ ഡിയർ ആസ്പിരൻസ്, തക്ഷശില IAS അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹിസ്റ്ററി, ആർട്ട് ആൻഡ് കൾച്ചർ തുടങ്ങിയ സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സീരീസ് നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇന്ന് നമ്മൾ ഒരു പേഴ്സണാലിറ്റീനെ പരിചയപ്പെടുകയാണ്. അത് മറ്റാരുമല്ല, ദലൈലാമയാണ്. അപ്പോൾ ദലൈലാമയെക്കുറിച്ച് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ട്. പക്ഷേ ദലൈലാമയെക്കുറിച്ച് കറണ്ട് അഫെയർസിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകൾ ഉണ്ടായിരുന്നു. കാരണം ഈ ജൂലൈ മാസത്തിൽ 2024 ജൂലൈ മാസത്തിൻ്റെ തുടക്കത്തിൽ അദ്ദേഹത്തിൻ്റെ 89ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കപ്പെടുകയുണ്ടായി. 89th ബർത്ത്ഡേ ഓഫ് ബുദ്ധിസ്റ്റ് സ്പിരിച്വൽ ലീഡർ ദലൈലാമ. അപ്പോൾ അതായിരുന്നു കറണ്ട് അഫെയർസിൽ ദലൈലാമയെക്കുറിച്ച് വരാനുണ്ടായ സാഹചര്യം. അപ്പോൾ എന്താണ് ഈ പറയുന്ന ടിബറ്റൻ ബുദ്ധിസം? അപ്പോൾ അതിൻ്റെ സ്പിരിച്വൽ ലീഡർ ആയിട്ടുള്ള ദലൈലാമ ആരാണ്? ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. ദ ദലൈലാമ ബിലോങ്സ് ടു ദ ഗെലുക്പ ട്രഡീഷൻ ഓഫ് ടിബറ്റൻ ബുദ്ധിസം. അപ്പം ടിബറ്റൻ ബുദ്ധിസത്തിലെ ഗെലുക്പ ട്രഡീഷനിൽ പെടുന്ന ഒരു വ്യക്തിയാണ് ദലൈലാമ, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ട്രഡീഷൻ ഇൻ ടിബറ്റ്. ടിബറ്റിലെ ഏറ്റവും വലുതും ഏറ്റവും ഇൻഫ്ലുവൻഷ്യലുമായിട്ടുള്ള ഒരു ബുദ്ധിസ്റ്റ് ട്രഡീഷനാണ് ഈ ഗെലുക്പ ട്രഡീഷൻ ഓഫ് ടിബറ്റൻ ബുദ്ധിസം. ഇനി ടിബറ്റൻ ബുദ്ധിസത്തിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ, ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് ബുദ്ധനൊക്കെ ഉണ്ടായ കാലഘട്ടം, അതായത് BC 6ാം നൂറ്റാണ്ടിലാണ് ഗൗതമ ബുദ്ധൻ ജീവിച്ചിരുന്നത്. ബുദ്ധൻ്റെ അനുയായികൾ പിന്നീട് ബുദ്ധിസത്തിൽ ബുദ്ധൻ്റെ മരണത്തിന് ശേഷം അതിലൊരു ഷിസം അല്ലെങ്കിൽ സ്പ്ലിറ്റ് ഉണ്ടാകുന്നുണ്ട്. ഹീനയാനം എന്നും മഹായാനം എന്നും പേരിൽ രണ്ടായിട്ട് ഈ ബുദ്ധമതം പിളരുന്നുണ്ട്. ഹീനയാനം എന്ന് പറഞ്ഞാൽ ബുദ്ധനെ ടീച്ചറായിട്ട് അംഗീകരിക്കുന്നവരും, മഹായാനം എന്ന് പറഞ്ഞാൽ ബുദ്ധനെ ദൈവമായിട്ട് ആരാധിച്ചു വന്നവരുമാണ്. അങ്ങനെ ഈ ബുദ്ധൻ മരിച്ച ഒരു 100 വർഷം കഴിഞ്ഞപ്പോഴേക്കും ബുദ്ധമതത്തിൽ സ്പ്ലിറ്റ് ഉണ്ടാവുകയും ബുദ്ധനെ ടീച്ചറായിട്ട് കാണുന്ന ആളുകൾ ഹീനയാനം എന്നും ബുദ്ധനെ ദൈവമായിട്ട് ആരാധിക്കുന്നവർ മഹായാനം എന്നും ഒക്കെ പിന്നീട് അറിയപ്പെട്ടു തുടങ്ങി എന്നുള്ളതാണ് ചരിത്രം. ഇനി ഇതിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ഒന്നാകുന്നു ടിബറ്റൻ ബുദ്ധിസം. ഏർലി മിഡീവൽ പീരീഡിൽ ഇന്ത്യയിൽ നിന്നുള്ള ബുദ്ധ സന്യാസിമാർ ടിബറ്റിലേക്ക് എത്തപ്പെടുകയും അവിടുത്തെ ലോക്കൽ ട്രഡീഷനുമായി ചേർന്ന് എ ന്യൂ ഫോം ഓഫ് ബുദ്ധിസം, ഒരു പുതിയ ബുദ്ധിസം അല്ലെങ്കിൽ ഒരു ബുദ്ധിസ്റ്റ് ട്രഡീഷൻ രൂപം കൊള്ളുകയും ചെയ്തു. അതാണ് ടിബറ്റൻ ബുദ്ധിസം. ഇതിനെ വജ്രയാനിസം എന്നും താന്ത്രിക് ബുദ്ധിസം എന്നും ഒക്കെയാണ് വിളിക്കുക. അപ്പോൾ ഈ ഒരു ട്രഡീഷനാണ് ടിബറ്റിലുള്ളത്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ളതും ഏറ്റവും വലുതായിട്ടുള്ളതുമായ ട്രഡീഷനാണ് ഗെലുക്പ സ്കൂൾ ഓഫ് ട്രഡീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ സ്പിരിച്വൽ ലീഡറാണ് നമ്മുടെ ദലൈലാമ എന്ന് മനസ്സിലാക്കുക. ആൻഡ് ദെയർ ഹാവ് ബീൻ ഓൺലി 14 ദലൈലാമാസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ടിബറ്റൻ ബുദ്ധിസം. ടിബറ്റൻ ബുദ്ധിസത്തിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ ഇപ്പോഴുള്ള ദലൈലാമ അടക്കം 14 ദലൈലാമമാരാണുള്ളത്. ദലൈലാമ എന്ന് പറയുന്ന അവരുടെ ഒരു സ്ഥാനപ്പേരാണ്. The first and second Dalai Lamas were given the title posthumously. അതായത് ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്പിരിച്വൽ ലീഡറിന് ദലൈലാമ എന്ന് അവരുടെ മരണാനന്തരം കൊടുത്ത പേരാകുന്നു എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു ഗെലുക്പ ട്രഡീഷനിലെ സ്പിരിച്വൽ ലീഡറിനെയാണ് ദലൈലാമ എന്ന് വിളിക്കുക എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഈ ദലൈലാമയെക്കുറിച്ചുള്ളൊരു വിശ്വാസം അല്ലെങ്കിൽ ആരാണ് ദലൈലാമ എന്ന് ചോദിച്ചാൽ, ദ ദലൈലാമാസ് ആർ ബിലീവ്ഡ് ടു ബി മാനിഫെസ്റ്റേഷൻസ് ഓഫ് അവലോകിതേശ്വര ഓർ ചെൻരസിക്. അവലോകിതേശ്വരൻ്റെ പുനർജന്മങ്ങളാണ് ദലൈലാമമാരെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇനി ആരാണ് ഈ അവലോകിതേശ്വരൻ എന്ന് ചോദിച്ചാൽ, ഹി വാസ് എ ബോധിസത്വ ഓഫ് കമ്പാഷൻ ആൻഡ് പാർട്ടൺ സെയിന്റ് ഓഫ് ടിബറ്റ്. അപ്പോൾ അവലോകിതേശ്വരൻ എന്ന് പറയുന്നത് ഒരു ബോധിസത്വനാണ്, ബോധിസത്വ ഓഫ് കമ്പാഷൻ ആണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ടിബറ്റിൻ്റെ പാട്രൺ സെയിൻ്റ് ആയിട്ട് അറിയപ്പെടുന്ന ബോധിസത്വനാണ് അവലോകിതേശ്വരൻ. അദ്ദേഹത്തിൻ്റെ പുനർജന്മങ്ങളാണ് ദലൈലാമമാരായിട്ട് വരുന്നത് എന്നാണ് വിശ്വസിക്കപ്പെടുക. ഇനി ബോധിസത്വന്മാരാരാണെന്ന് ചോദിച്ചാൽ, മഹായാന ബുദ്ധിസത്തിലാണ് ബോധിസത്വന്മാരെ കുറിച്ച് പറയുക. ബോധിസത്വന്മാരാരാണെന്ന് ചോദിച്ചാൽ, ബോധിസത്വാസ് റെഫേഴ്സ് ടു anyone who has a strong wish to attain Buddhahood and Buddhahood for the benefits of all sentient beings who have vowed to be reborn in the world to help humanity. അപ്പോൾ ബോധിസത്വൻ എന്ന് പറയുന്നത് ആരുമാവാം. അതായത് ബുദ്ധഹുഡ്, അതായത് ബുദ്ധനെ പോലെയാകാൻ, ബുദ്ധൻ സ്വയം എന്താ പറയുക,
സ്വയം ആഗതനായവനാണ്, സ്വയം കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയവനാണ്. അപ്പോൾ ബുദ്ധൻ പ്രവർത്തിച്ച ആ മാർഗങ്ങളിലൂടെ പോയി ബുദ്ധാഹുഡ് അറ്റൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ട്രോങ് വിഷുള്ള, ഈ ലോകത്തിന് മുഴുവൻ ഉപകാരം ചെയ്യാനായിട്ട് വീണ്ടും വീണ്ടും റീബോൺ ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആളുകളെയാണ് ബോധിസത്വാസ് എന്ന് വിളിക്കുക. അതായത് ബുദ്ധാഹുഡ് അറ്റൈൻ ചെയ്യുകയും പിന്നീട് അവർക്ക് റീബോൺ ചെയ്യാനായിട്ട് പറ്റും, റീബർത്ത് സാധ്യമാണെന്നാണ് പറയപ്പെടുക. അങ്ങനെയുള്ള ആളുകളെയാണ് ബോധിസത്വാസ് എന്ന് പറയുക. അപ്പൊ അങ്ങനെയുള്ളൊരു ബോധിസത്വനാണ് അവലോകിതേശ്വര. അപ്പൊ അദ്ദേഹത്തിന്റെ പുനർജന്മങ്ങളാണ് ഈ വരുന്ന ദലൈലാമമാരെന്നാണ് വിശ്വസിക്കപ്പെടുക എന്ന് മനസ്സിലാക്കുക. ഇപ്പോഴുള്ളത് 14ാമത്തെ ദലൈലാമയാണ്. ദ 14th ആൻഡ് കറണ്ട് ദലൈലാമ ഈസ് ടെൻസിൻ ഗ്യാറ്റ്സോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ടെൻസിൻ ഗ്യാറ്റ്സോ എന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു ദലൈലാമ എന്നുള്ളത് ടൈറ്റിൽ നെയിമാണെന്ന് മനസ്സിലാക്കുക. അവലോകിതേശ്വരൻ എന്ന് പറയുന്ന ബോധിസത്വൻ്റെ പുനർജന്മങ്ങളാണ് ഈ പറയുന്ന ദലൈലാമമാരെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇപ്പോഴത്തെ ദലൈലാമ ഇന്ത്യയിലേക്ക് എത്തിയതുമായി ബന്ധപ്പെട്ടും നിങ്ങൾ ചരിത്രപരമായിട്ട് അറിഞ്ഞിരിക്കണം. ദ ദലൈലാമ ഹൂ ഫ്ലഡ് ഫ്രം ടിബറ്റ് ടു ഇന്ത്യ, ഇന്ത്യയിൽ തന്നെ അരുണാചൽ പ്രദേശിലേക്കാണ് വന്നത്, വിത്ത് thousands of followers during the Tibetan uprising in 1959 has been residing in India since then. അപ്പോൾ 1959 ടിബറ്റൻ അപ്രൈസിംഗ് ഉണ്ടായപ്പോൾ ടിബറ്റിൽ നിന്ന് ഫ്ലഡ് ചെയ്ത് ഇന്ത്യയിലെ അരുണാചൽ പ്രദേശിലെത്തിയ വ്യക്തിയാണ് ഇപ്പോഴത്തെ ദലൈലാമ. അദ്ദേഹത്തിനോടൊപ്പം ആയിരക്കണക്കിന് അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സും ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യ അവർക്ക് അസൈലം കൊടുത്തു. ഇതാണ് പിന്നീട് ഇന്ത്യ ചൈന യുദ്ധത്തിലേക്കൊക്കെ വഴിതെളിച്ച ഒരു വലിയ ഫാക്ടറായിട്ട് മാറുന്നത്. അപ്പോൾ 1959 ടിബറ്റൻ അപ്രൈസിങ്ങിൻ്റെ സമയത്ത് ഇന്ത്യയിലേക്ക് എത്തിയ ദലൈലാമ ഇപ്പോഴും നമ്മുടെ അരുണാചൽ പ്രദേശിൽ ഇന്ത്യയിൽ തന്നെയാണ് അന്ന് മുതൽ ഇന്ന് വരെ താമസിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അദ്ദേഹത്തിൻ്റെ 89ാമത്തെ ബർത്ത്ഡേ ആണ് ഈ ജൂലൈ മാസം ആഘോഷിച്ചത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ദലൈലാമ ആരാണെന്നും അദ്ദേഹം ബുദ്ധിസവുമായിട്ടുള്ള ബന്ധം എന്താണെന്നും അവലോകിതേശ്വരൻ ആരാണെന്നും ബോധിസത്വൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നും ഒക്കെയുള്ള ഒരു കൺസെപ്ഷ്യൽ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളുമായി വീണ്ടും കാണാം. താങ്ക് യു. തക്ഷശില IAS അക്കാദമി. ആസ്പയർ, എൻറോൾ, അച്ചീവ്.